യുവമാരെ മുന്നേ ഒന്ന് ഷൈൻ ചെയ്യട്ടെ വേറെ കാര്യം. ആഹ്വാനത്തിന് ശേഷമുള്ള പാർട്ടിയെ കാത്തിരുന്ന് കാണൂ. ED ഉദ്യോഗസ്ഥർക്കെതിരെ നടന്നത് കൃത്യമായ ആസൂത്രണത്തോടെയുള്ള രാഷ്ട്രീയ ആക്രമണമാണ്. ഇത് ചെങ്കൊടിയെ പ്രതിരോധിക്കലാണ്, പാർട്ടിയെ പ്രതിരോധിക്കലാണ്. മിനിമം ഒരു മൂട്ടയുടെ അത്രയെങ്കിലും ബുദ്ധി വേണം. ബുദ്ധി മുമ്പ് തന്നെ ഇറങ്ങിയ ജനതയാണ് നിങ്ങൾ കണ്ടത്, പാർട്ടിയെയാണ് നിങ്ങൾ കണ്ടത്. ഇയാൾക്ക് വീണ്ടും വട്ടളകിയെന്നാ തോന്നുന്നു. ഒന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. EDയെ പേടിക്കുന്നില്ല, പിന്നെയല്ലേ ഭരണകൂടത്തെ പേടിക്കുന്നില്ല, പിന്നെയാണ് ഷാജേട്ടാ ഇത് പണിയാവോ? ആളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? കയ്യിൽ വെച്ചിരുന്നാ മതി. അതാ ഞാൻ പറഞ്ഞത്. നോട്ടം കണ്ട ഇവനെ തടയണ്ട, അയച്ചു വിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. റഹീമിന് അടക്കമുള്ളവർക്ക് സെൻട്രൽ ജയിലിൽ ഉണ്ട തിന്നാനുള്ള യോഗം കാണുന്നുണ്ട് എന്നാണ് വാർത്ത വരുന്നത്. കുഴപ്പമായി തോന്നുന്നത്. പോലീസ് എങ്ങനെയാണ് ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ച കേസെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരീക്ഷണം നടത്തുന്നു. കയ്യിന്ന് പോയടാ ചാർലി. ED ഇവറ്റകളൊന്നും പുറത്തു വരാൻ അനുവദിക്കില്ല എന്ന വാശിയിലാണ്. ഈശ്വര, ഞാൻ എന്തൊക്കെയാ കാട്ടിക്കുട്ടിയത്? EDയെ പേടിക്കുന്നില്ല, പിന്നെയല്ലേ ഭരണകൂടത്തെ പേടിക്കുന്നില്ല. ആഹ്വാനത്തിന് ശേഷമുള്ള പാർട്ടിയെ കാത്തിരുന്ന് കാണൂ. പറയട നാട്ടുകാരോട്. അതിപ്പോ അങ്ങനെയൊന്നുമില്ല. ഇടിവെട്ടിവന്റെ തലേ പാമ്പ് കടിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന ആഭ്യന്തര മന്ത്രാലയത്തോടെ വിശദമായ റിപ്പോർട്ടാണ് ചോദിച്ചിരിക്കുന്നത്. രാജ്യസഭാംഗമായ റഹീമും അടക്കമുള്ളവർ ഗൂഢാലോചന നടത്തിയിരിക്കുന്നു എന്നാണ് EDയുടെ ആരോപണം. ആഹ്വാനത്തിന് ശേഷമുള്ള പാർട്ടിയെ കാത്തിരുന്ന് കാണൂ. ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ജയിലല്ലെങ്കിൽ മരണം, അത് ഏതാണ്ട് ഉറപ്പായല്ലേ? ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. അതുകൊണ്ട് തന്നെ CPM നേതാക്കളെയും ഈ കേസിൽ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്യണം എന്ന് അവർ കോടതിയിൽ കക്ഷി ചേർന്ന് ആവശ്യപ്പെടും എന്ന റിപ്പോർട്ടുകളുണ്ട്. അയ്യോ, എനിക്കിപ്പോ ബോധം പോകും. ED കട്ടക്കലിപ്പിലാണ്. ഇത് ചെങ്കൊടിയെ പ്രതിരോധിക്കലാണ്, പാർട്ടിയെ പ്രതിരോധിക്കലാണ്. എന്റെ ജീവന്റെ അവസാന തുടിപ്പോരെ ഈ ഹക്കീം പൊരുതും. ലാൽ സലാം. ഇടയുടെ ഒരു ബാങ്ക് അക്കൗണ്ട് അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അത് ശരിയാണ്, ഒരു അക്കൗണ്ട് ആണത്. അത് വസ്തുതയാണ്. എന്നോടൊന്നും ചോദിക്കുന്നത് കണ്ടില്ല. ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രം. സ്വയരക്ഷയ്ക്ക് വേണ്ടിയല്ലേ നമുക്കിത് പോലീസിനോട് പറയാം. പോലീസ് നീ പറഞ്ഞ് മനസ്സിലാക്കും. ഞാൻ വക്കീലുമായിട്ട് വരാം. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ പൊന്നു മോനെ.